ഹായ്, അസ്സാം വലൈക്കും. ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല രുചികരമായ ഒരു ഫുഡുമായിട്ടാണ്. അതെങ്ങനെയാണ് അതിൻ്റെ ചേരുവകൾ നോക്കാം. ഒരു 1.5 കിലോ ഉള്ള ഫിഷ് ഇതാണ് ചെയ്യുന്നത്. ഇതിലേക്ക് വേണ്ടത് വിനാഗർ, ശകലം വിനാഗർ, മീൻ മസാലപ്പൊടി ഉണ്ടല്ലോ, വീട്ടിലുണ്ടാകുന്ന മസാല, ഫിഷ് മസാലപ്പൊടി, അതേത് ഫിഷ് മസാലപ്പൊടിയും പറ്റും. ഇനി അതില്ലെങ്കിൽ മല്ലിപ്പൊടി ലേശം, മല്ലിപ്പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മിക്സ് ചെയ്താൽ മതി. ഇതില്ല എന്നുണ്ടെങ്കിൽ, ഇതുണ്ടെങ്കിൽ കുറച്ച് ശകലം ചിക്കൻ മസാല, ഫിഷ് മസാലപ്പൊടി, ശകലം മുളക് പൊടി. ഞാനിവിടെ നല്ല റെഡ് ചില്ലിയാണ്, കാശ്മീരി മുളക് പൊടി, പിന്നെ ശകലം സോയാബീൻ സോസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ വേണ്ട. സോയാബീൻ സോസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ, ശകലം. ഇതൊക്കെ കൂട്ടി ചേർത്ത്, ഉപ്പ്, ഇതിന് വേണ്ട ഉപ്പാണ്, ഇതുകൂടി കൂട്ടിച്ചേർത്ത് വെച്ചൊരു മസാലയാണത്. ഇഞ്ചി വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടില്ല, ശകലം മഞ്ഞൾപ്പൊടിയും വേണം. മഞ്ഞൾപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. അതിലേക്ക് വേണ്ട കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ വേണ്ടത് വിനാഗർ, കുറച്ച് ഓയിൽ, ഉപ്പ്, പാകത്തിന് ഉപ്പ്. നല്ല മിക്സ് ചെയ്തിട്ട് ഫിഷ് എടുത്ത് വെച്ചിട്ട് ഇത് ഒന്ന് വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഒന്ന് വയറൊന്ന് കീറിയാൽ മതി. അത്ര കീറിയാൽ മതി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാക്കുക, ജസ്റ്റ് ഒന്ന് ഇതാക്കുക, ഒന്ന് വരിക, അടുപ്പിച്ച് വരിക. ആദ്യം ഉള്ളിൽ കുറച്ച് തരാം. നല്ലോണം മിക്സ് ചെയ്ത് ചൂടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. വളരെ രുചികരമായി, നല്ല ടേസ്റ്റി, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഗ്രില്ല് ചെയ്തെടുക്കുക, കണലിൽ ചുട്ടെടുക്കുക, വളരെ ടേസ്റ്റിയിലൊക്കെ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.